പാലക്കാട്ടെ എക്സൈസ് ഓഫീസിലെ ലോക്കപ്പിൽ പ്രതി മരിച്ച സംഭവത്തിൽ 2 എക്സൈസ് ഉദ്യോഗസ്ഥർക്ക് സസ്പെൻഷൻ. ജോലിയിലെ കൃത്യവിലോപം ചൂണ്ടിക്കാട്ടി പാലക്കാട് ഡെപ്യൂട്ടി എക്സൈസ് കമ്മീഷണറുടേതാണ് നടപടി. 2 കിലോ ഹാഷിഷ് ഓയിലുമായി പിടിയിലായ ഇടുക്കി സ്വദേശി ഷോജോ ജോണിനെയാണ് എക്സൈസ് ഓഫീസിനകത്ത് മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ഇന്നലെ വൈകിട്ടാണ് ഇടുക്കി സ്വദേശിയായ ഷോജോ ജോണിനെ പാലക്കാട്ടെ വീട്ടിൽ നിന്നും 2 കിലോ ഹാഷിഷ് ഓയിലുമായി എക്സൈസ് പിടികൂടുന്നത്. തുടർന്ന് മെഡിക്കൽ പരിശോധന ഉൾപ്പെടെ പൂർത്തിയാക്കി പുലർച്ചെ 3-ഓടെ ഷോജോ ജോണിനെ എക്സൈസ് റേഞ്ച് ഓഫീസിലേക്ക് മാറ്റി. രാവിലെ 6:30-ക്ക് ജീവനക്കാർ എത്തി പരിശോധിച്ചപ്പോഴാണ് ലോക്കപ്പിനകത്ത് ഉടുത്തിരുന്ന മുണ്ടുപയോഗിച്ച് ആത്മഹത്യ ചെയ്ത നിലയിൽ കണ്ടെത്തിയത്. എന്നാൽ മരണത്തിൽ ദുരൂഹതയുണ്ടെന്നാണ് ഷോജോ ജോണിന്റെ കുടുംബം ആരോപിക്കുന്നത്. 3 പെൺമക്കളുള്ള ഷോജോ ഒരിക്കലും ആത്മഹത്യ ചെയ്യില്ല എന്നും കേസിൽ കുടുക്കിയതാണെന്നും സംഭവത്തിൽ അന്വേഷണം വേണമെന്നും ഷോജോ ജോണിന്റെ ഭാര്യ ജ്യോതി ആവശ്യപ്പെട്ടു. ഇന്നലെ ഒരു 7-8 മണിയാകുമ്പോഴേക്കുമാണ് കൊണ്ടുപോയത്. അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ പോലീസ് സ്റ്റേഷനിലാണോ എക്സൈസിലോ നമുക്കറിയില്ല. അവർ പറയുന്നത് സൂയിസൈഡ് ആണെങ്കിൽ അവിടെ ആരെങ്കിലും ഉണ്ടാവില്ലേ? ഒരു പോലീസ് സ്റ്റേഷനാണെങ്കിലും എക്സൈസ് ഓഫീസാണെങ്കിലും ആരെങ്കിലും 2 പേരുണ്ടാവില്ല. എന്തായാലും ഒരു പ്രതിനെ തനിയെ ഇരുത്തിയിട്ട് അവർ പോവില്ലല്ലോ. ഞങ്ങൾ 7 മണിക്ക് വിളിക്കുന്ന സമയത്ത് ജില്ലാ ആശുപത്രിയിലാണ്, മരിച്ചു എന്ന് പറഞ്ഞില്ല, ആശുപത്രിയിലാണ് ഒരു അബദ്ധം കാണിച്ചു എന്നേ പറഞ്ഞു. ഞങ്ങൾ വരുന്ന സമയത്ത് ബോഡി മോർച്ചറി, കാരണം ഇവിടുന്ന് 10 മിനിറ്റ് മതി വീട്ടിൽ നിന്ന് ഇവിടെ എത്താൻ. 10 മിനിറ്റിനുള്ളിൽ ബോഡി ഇവിടെ വരുമോ? ഹോസ്പിറ്റലിൽ വരുമോ? അവർ രാത്രി ഒന്നിലെ തല്ലിക്കൊന്ന് ഇതാക്കിയതായിരിക്കും, അല്ലാതെ കാരണം കുറ്റം ഏറ്റു പറഞ്ഞ പ്രതിയെ എന്തിന് സൂയിസൈഡ് ചെയ്യണം? എന്നാൽ സംഭവത്തിൽ യാതൊരു ദുരൂഹതയും ഇല്ലെന്നാണ് എക്സൈസ് പറയുന്നത്. റേഞ്ച് ഓഫീസിലെ CCTV ദൃശ്യങ്ങൾ പരിശോധിച്ചതിൽ ഷോജോ ജോൺ ആത്മഹത്യ ചെയ്തതാണെന്ന് വ്യക്തമാണെന്നും എക്സൈസ് ഉദ്യോഗസ്ഥർ വ്യക്തമാക്കി. അതേസമയം കേസ് ക്രൈംബ്രാഞ്ച് ഏറ്റെടുത്തു. കൂടാതെ വകുപ്പ് തല അന്വേഷണവും നടക്കും. ജനം, പാലക്കാട്.